ഹലോ ഗായ്സ്, നമസ്കാരം. 2007 ഇറങ്ങിയ ഒരു പടം 18 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാലഘട്ടം ഒരുപാട് മാറി, വർഷങ്ങൾ മാറി, ആൾക്കാർ മാറി, സിനിമ മാറി, എല്ലാവരുടെ ലൈഫ് തന്നെ മാറി. എന്നിട്ടും ഈ 18 വർഷങ്ങൾക്ക് ശേഷവും ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്തുള്ള തിയേറ്ററിലുള്ള ഒരു 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 ഉത്സവം, തിയേറ്റർ എക്സ്പീരിയൻസ്, മോനെ എനിക്ക് തോന്നുന്നു ഇതുവരെ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് റിലീസ്, ഈവൻ ന്യൂ റിലീസിന് തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇതുവരെ കേട്ടറിഞ്ഞില്ല, കണ്ടറിഞ്ഞില്ല. ബിക്കോസ് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞൊരു പടം നമുക്കറിയാം. ചോട്ടാ മുംബൈ ബ്ലോക്ക് ബസ്റ്റർ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഒരു കൾട്ട് പടം, ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ ഞാൻ പറയില്ല, ഒരു കോമഡി ആക്ഷൻ ഡ്രാമ, ഒരു ഫാമിലി പടമാണത്. അതിൽ നമ്മുടെ ലാലേട്ടനൊപ്പമുള്ള തല ആൻഡ് ടീം, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാരെ, പ്രേക്ഷകരെ എങ്ങനെ എന്താ ചെയ്യുക, എങ്ങനെ ത്രില്ലടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഓരോ നിമിഷവും ഉത്സവമാണെന്നാണ് ആ സിനിമയിൽ. ഓരോ സീൻ ബൈ സീൻ നമുക്കിങ്ങനെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ കണ്ടിരിക്കാൻ ഒരു ഫെസ്റ്റീവ് ടൈപ്പ് ഒരു പടം. അപ്പൊ ആ പടം റിലീസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിലീസ് പടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതുവരെ കുറെ റിലീസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും പോയില്ല. ബിക്കോസ് നമ്മൾ ഒന്നാമതൊരു കണ്ട പടമാണ്, പിന്നെ വീണ്ടും അത് കാണാനുള്ള അത്തരത്തിലുള്ള ഒരു മനസ്സുണ്ടായില്ല. പ്രത്യേകിച്ച് ലാലേട്ടന്റെ പടം ഇഷ്ടം പോലെ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇത് ചോട്ടാ മുംബൈ കാണണം, അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ 18 വർഷത്തിന് ശേഷം അത് എങ്ങനെയുണ്ട് 4K എങ്ങനെ കാണാന്നുള്ള ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടി തന്നെയാണ് പോയത്. പക്ഷെ ഞാൻ പറയാം, സോ ഹാപ്പി. ആ ഒരു ഡിസിഷനിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഈ ഒരു എക്സ്പീരിയൻസ് മക്കളെ, ഇതെന്തായാലും നമുക്ക് ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻ എന്ന നിലയിൽ എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണേണ്ടതാണ്. അത് കണ്ടു, സന്തോഷമാണ് എൻ്റെ മോന്. ഓരോ സീനും നൊസ്റ്റാൾജിക് ഫീൽ, അല്ലെങ്കിൽ ആ ഒരു കാലത്തേക്ക് നമ്മൾ വീണ്ടും കുറെ ആളുകളെ വീണ്ടും മരിച്ചുപോയവരാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സിനിമയിൽ ഇപ്പം ഇല്ലാത്തവരായാലും തന്നെ അവരെ കാണാൻ പറ്റുന്ന, ശരിക്കും അതൊരു ഫീൽ തന്നെയാണ് മക്കളെ. അത് ഡിഫറെന്റ് ഫീലാണ്. എന്തായാലും കാണാത്തവര് നിങ്ങൾ ഒരു 10 പ്രാവശ്യം കണ്ടിരുന്നാലും പ്രശ്നമില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് 4K ഒന്ന് കാണും. ഈ സിനിമ നിങ്ങൾക്ക് വേറൊരു അനുഭൂതി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് കുറെ തിയേറ്ററിലൊന്നും ഇല്ല, നമ്മളിതിന്റെ അടുത്ത തിയേറ്ററിൽ തന്നെ കളിക്കുന്നുണ്ട്. പക്ഷെ ബുക്കിംഗ് നോക്കിയ സമയത്ത് 10 സീറ്റ് മറ്റേ ഉണ്ടായിരുന്നു. പോയ സമയത്ത് ഒരു 10-15 ആൾ, 20 കുറയാതെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളോട്, നിങ്ങൾക്ക് ഈ ചോട്ടാ മുംബൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹൗസ്ഫുൾ തിയേറ്ററിൽ പോയിട്ട് കാണണം. ഇത് ആരവങ്ങളോടുകൂടി, ഓരോ സീനും കൈയടിച്ചുകൊണ്ടുകൂടി ആ ഒരു ക്രൂ, അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിനൊപ്പം ഇരുന്ന്, അല്ലെങ്കിൽ തിയേറ്റർ ഫുള്ളായിട്ട് ഇരുന്ന് കാണുമ്പോഴാണ് മക്കളെ അതിന്റെ മാക്സിമം പീക്ക് സാധനം നമുക്ക് കിട്ടുക. അത് എനിക്ക് കിട്ടിയോ ചോദിച്ചാൽ കുറവായിരുന്നു, പക്ഷെ ആളുകൾ ഇല്ലാത്തിടത്തോളം. പക്ഷെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു. ഓരോ വിസിലടിച്ചും കൈയടിച്ചും ചിരിച്ചും ഓരോരാളെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് മോനെ വേറെ തന്നെ ഒരു ഫീൽ ആയിരുന്നു. സിനിമയെ കുറിച്ച് ഇപ്പൊ എന്താ പറയാ, സിനിമയെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യത്തിലല്ലോ. ജഗതി ശ്രീകുമാർ എന്ന അതുല്യ കലാകാരൻ ഒന്നുകൂടി ആ സ്ക്രീനിൽ അതേ പവറോടെ നമുക്ക് വീണ്ടും കാണാൻ പറ്റി. പടക്കം ബഷീർ എന്നുള്ള കഥാപാത്രം, അതേപോലെ മരിച്ചുപോയ രാജം ബി ദേവ്, അങ്ങനെയുള്ള കുറെ കലാകാരന്മാർ കണ്ടു. ഭീമൻ രഘു ആണെങ്കിലും, സായി കുമാർ, ബിജുക്കുട്ടനും മണിക്കുട്ടനും, നമ്മളെ സിദ്ദിഖ്, ഭാവന, അങ്ങനെ ഇന്ദ്രജിത്ത്, എന്റെ മോൻ ഒന്ന് വേണ്ട, എല്ലാരും തകർപ്പൻ. അതേപോലെ ആ ഒരു സംഭവം വീണ്ടും കിട്ടുന്ന സമയത്ത് മോനെ മണിയമ്പിള്ള രാജു ഉണ്ട്. നമുക്കറിയാം ആരെല്ലാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അതിലൊക്കെ മുകളിൽ നമ്മുടെ സ്വന്തം കലാഭവൻ മണി എന്നുള്ള അതുല്യ കലാകാരന്റെ മണിച്ചേട്ടനെ വീണ്ടും കാണാൻ പറ്റി. നടേശൻ വന്ന് കയറുന്ന സമയത്ത് മോനെ, നമ്മൾ യൂട്യൂബിലെല്ലാം കുറെ വീഡിയോ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ആവേശമാണ്. ബിക്കോസ് ആ ഒരു ക്യാരക്ടറും അങ്ങനെയാണ്. നമുക്കറിയാമോ നടേശന്റെ ഡയലോഗുകളും കാര്യങ്ങളും. പിന്നെ നമ്മളെ സ്വന്തം തല ലാലേട്ടൻ, അയ്യോ എന്റെ മോനെ എന്താ ഒരു എനർജി! ഈച്ച് ആൻഡ് എവറി ഫ്രെയിമിലെ എനർജിയാണ്. മ്യൂസിക് ആയാലും, ആ സ്റ്റണ്ട് ആയാലും, ഡാൻസ് ആയാലും, കോമഡി ആണെങ്കിലും ഫുൾ പവറിലൊരു സിനിമ മക്കളെ. ഇതെനിക്ക് തോന്നുന്നു അടുത്ത വർഷം ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ, ഇങ്ങനത്തെ ഒരു ആഘോഷമുള്ളൊരു സിനിമ കണ്ടിട്ടില്ല. 2007 ഈ സമയത്ത് ഇറങ്ങണമായിരുന്നല്ലോ പടം, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ഞാൻ പറയുന്നില്ല. ഈ സമയത്തായിരിക്കും ഇറങ്ങിയെങ്കിൽ 7 പടം. അജാതി ഒരു ഫെസ്റ്റിവൽ മൂഡ് പടാണ് മക്കളെ. ലാലേട്ടന്റെ ഇൻട്രോവും, ലാലേട്ടന്റെ ആ ഒരു ഫൈറ്റ് സീൻ, ഡാൻസ്, ആ പോലീസ് സ്റ്റേഷൻ സീനുകള്, പിന്നെ ഭീമൻ രഘുവായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, ഹോസ്പിറ്റൽ സീൻസ്, അതേപോലെ സായി കുമാർ ഭീമൻ രഘുവിനെ എടുത്ത് മലർത്തിയടിക്കുന്ന ഒരു സീന്, അങ്ങനെ കുറെ ആണ്. പിന്നെ ലാലേട്ടനും കലാമണിയും വരുമ്പോൾ സീന്, പിന്നെ ലാസ്റ്റ് വാസ്കോഡ ഗാമ എന്നുള്ള പാട്ട്, മോനെ എജ്ജാതി ഫീൽ. എനിക്ക് തോന്നി ഇപ്പൊ 2023-24 ഇറങ്ങിയ ആവേശം സിനിമ കണ്ടപ്പോഴും ഇത്തരത്തിലുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് അറിയില്ല ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അത്രയും മാത്രം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് വേറെ ലെവൽ ഇത് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ കൾട്ട് സാധനം, കോമഡി കൾട്ട് സാധനം. അതിനെ വെല്ലാൻ ഇതുവരെ പടം ഇറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അജാതി ഒരു സാധനമാണ്.
തിയേറ്ററിൽ പോയിട്ട് കാണാതിരിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഞാൻ പറയും കാണും. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി എന്നല്ല, ഒരു ഫ്രണ്ട്സിനൊക്കെ ഗാങ് ആയിട്ട് പോയിട്ട് ഒരു ദിവസം ഒരു വൈകുന്നേരം പോയിട്ട് കണ്ടുവാ. ഫുൾ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായ തിയേറ്ററിൽ പോവുക, ആഘോഷിക്കുക. 2 മണിക്കൂർ നമ്മൾ ഇരുന്ന് കാണാനൊന്നുമല്ല, ആഘോഷിക്കുക. ഈ സിനിമ ആഘോഷിക്കാനുള്ളതാണ്, ആഘോഷിക്കുക. ഇങ്ങനെയുള്ളൊരു സംഭവം റിലീസ് ചെയ്യാൻ തീരുമാനിച്ച അവർക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ്, സല്യൂട്ട്, നന്ദിയും, പ്രത്യേകിച്ച് നന്ദിയും മാത്രമേ പറയാനുള്ളൂ. ആൻഡ് നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യം, ലാലേട്ടൻ മോഹൻലാൽ എന്നുള്ള വ്യക്തിയെ കുറിച്ച് പറയാതിരിക്കാനോ വയ്യ, നടനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സിനിമയെ ഇറക്കി ഇപ്പത്തെ തലമുറകളെ ഇങ്ങനെ ത്രസിപ്പിക്കുന്നുണ്ടെങ്കിൽ, കയ്യടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പവറില്ലേ, അത് പവർ മലയാള സിനിമയിൽ വേറെ ആർക്കും ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. ഇത്രമാത്രം ധൈര്യം ആർക്കെങ്കിലും ഇറക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ ഒരു റിലീസ് പടം ഇതിന് മുകളിൽ ഒരു പടം ഇറക്കിയിട്ട് സംസാരിക്കണം. ആർക്കാ പറ്റുക? ഒരാൾക്കും പറ്റില്ല. മലയാള സിനിമയിലാവില്ല. എനിക്ക് കേരള സിനിമാ ചരിത്രത്തിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു ആഘോഷിക്കപ്പെട്ട അല്ലെങ്കിൽ റിലീസിന് ഇത്രയും ഇതിനെ മുകളിൽ ചെക്ക് വെക്കാൻ പറ്റുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു നടൻ ഇല്ല. അങ്ങനത്തെ ഒരു പടം ഉണ്ടായിട്ടില്ല എന്ന് പറയും. സോ ഏതായാലും തലയും പിള്ളേരും വന്നിട്ട് എഗെയിൻ 18 വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പൊ അവരെ പോയിട്ട് കാണുക, അവരെ ഒപ്പരം കൊണ്ടാടേണ്ട ഒരു സിനിമ. കൊണ്ടാടലില്ലേ, ഉത്സവം തന്നെയാണ്. ഫെസ്റ്റീവ് മോഡിൽ ഇരുന്ന് കാണാൻ പറ്റിയ സിനിമ. ഇതിന്റെ എക്സ്പീരിയൻസ് ചെയ്യുക, ഇത്ര മാത്രമേ പറയാനുള്ളൂ. സോ അഗൈൻ തലക്കും പിള്ളേർക്കും ഇത് ഇറക്കിയ എല്ലാവർക്കും ഒന്നും കൂടെ ബിഗ് താങ്ക്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ആൻഡ് സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.